പാതിരാത്രിയിൽ ഒരു മൂലയിൽ ഒരു സോഫയിൽ പോയിരുന്ന് ഒറ്റയ്ക്ക് പൊട്ടിക്കരയുകയാണ് അനു. അനുവിൻ്റെ മാനസിക നില വളരെ വളരെ വീക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ രാത്രിയിൽ. അതിന് കാരണക്കാരായിരിക്കുന്നത് ആ വീട്ടിലുള്ള അംഗങ്ങൾ തന്നെയാണ്. എല്ലാവരുമല്ല, ആ വീട്ടിൽ അനുവിൻ്റെ ഒരു കിറ്റ് മോഷണം പോയിട്ടുണ്ട്. അത് ആരാണ് എടുത്തതെന്ന് അറിയത്തില്ല. ആര്യനോട് അനു ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആര്യനാണ് എടുത്തതെന്ന്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ ഞാനല്ല എടുത്തതെന്ന് ആര്യൻ പറയുന്നു. പിന്നെ ശരത്തിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നുണ്ട് ശരത്താണ് എടുത്തതെന്ന്. പിന്നെ ശരത്തിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നു ശരത്തല്ല എടുത്തതെന്ന്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അനു തപ്പി മടുത്തു. അനു ഒരു 2-3 മണിക്കൂർ എടുത്ത് അനുവിൻ്റെ കിറ്റ് തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. അനുവിൻ്റെ കിറ്റിൻ്റെ അകത്താണ് അനുവിൻ്റെ നിത്യോപയോഗ സാധനങ്ങളൊക്കെ അനു വെച്ചിരിക്കുന്നത്. ഷവർ ജെല്ല്, അതുപോലത്തെ കുറേ സാധനങ്ങൾ. അപ്പോൾ അനു രാത്രിയിൽ വർക്കൗട്ട് ചെയ്തിട്ട് കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനങ്ങൾ തപ്പിക്കൊണ്ടിരുന്നത്. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണേ. 2-3 മണിക്കൂർ ഒരു സ്വന്തം സാധനം വീട്ടിൽ വെച്ചിരുന്നത് തപ്പിക്കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അവസ്ഥയൊന്ന് ആലോചിക്കേ. അതുകൊണ്ട് തന്നെയാണ് മെൻ്റലി അത്രയും ഡൗൺ ആയിട്ട് അവിടെ ഇരുന്ന് കരയുന്നത്. അവരോട് ചോദിച്ചിട്ട് അവരെടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ഇല്ലെന്നും പറയുന്നുണ്ട്. ക്യാമറയിൽ നോക്കിയാൽ ബിഗ് ബോസിൻ്റെ അടുത്തൊക്കെ കംപ്ലയിൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. വളരെ നിസ്സഹായ അവസ്ഥയിലിരുന്ന് ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ പോവുകയാണ്, എനിക്ക് അറിയത്തില്ല, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് സ്വയം ഇരുന്ന് പറഞ്ഞിങ്ങനെ കരയുവാണ്. അവസാനം നൂറ വന്ന് നൂറയുടെ കിറ്റ് കൊടുക്കുന്നു കുളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പ്രശ്നം അവിടെ ഒന്നും തീർന്നിട്ടില്ല. കുളിച്ച് വന്നു കഴിഞ്ഞ് വീണ്ടും അനുമോള് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. രാത്രിയിൽ 1 മണിക്കും 2 മണിക്കുമൊക്കെ ബെഡിൽ കിടന്ന ആൾക്കാരെ വിളിച്ച് എഴുന്നേപ്പിച്ച് എവിടെയാണ് എൻ്റെ കിറ്റെന്നൊക്കെ ചോദിച്ചിട്ട് വളരെയധികം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.